രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒളിവ് ജീവിതം അവസാനിച്ചിരിക്കുകയാണ്. ഈ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കേസിലാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയായിരുന്നു. ഗുരുതരമായ പരാതി എന്ന് പറയുമ്പോൾ ഈ 23 വയസ്സുള്ള ബംഗളൂരു സ്വദേശിനിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള യുവതിയാണ് ഈ പരാതി ഇമെയിൽ മുഖാന്തരം KPCC പ്രസിഡന്റിന് അന്ന് അയച്ചു കൊടുത്തത്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ ഒന്ന്, തന്നെ 2023 സെപ്റ്റംബർ മാസം തന്നെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. പിന്നീട് സ്ഥിരമായി മെസ്സേജ് അയച്ചു, സുഹൃത്തുക്കളായി. അതിനുശേഷം ടെലഗ്രാമിൻ്റെ നമ്പർ വാങ്ങി ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചു. അതും കഴിഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകി, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. താനത് വീട്ടുകാരോട് സംസാരിച്ചു. വീട്ടുകാർ ആദ്യം എതിർത്തു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച സംബന്ധിച്ചും നാളത്തെ അദ്ദേഹത്തിൻ്റെ ഭാവി സംബന്ധിച്ചുമുള്ള ബോധ്യം, അതായത് തൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസ്യത, കുടുംബജീവിതത്തിൽ ഉറപ്പുണ്ടാകുമെന്നൊരു വിശ്വാസം വീട്ടുകാർക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം, അതെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാർ ഇതിന് അനുമതി നൽകി. തുടർന്ന് ഇങ്ങോട്ട് തങ്ങൾ പ്രണയബന്ധത്തിലായി. പ്രണയബന്ധം മുന്നോട്ട് പോകവേ താൻ ഒരിക്കൽ നാട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് പോകണ്ട, താൻ ഇന്ന സ്ഥലത്ത് ഇറങ്ങാൻ, ഞാൻ സ്ഥലം പറയാൻ പറ്റില്ല, സ്ഥലത്ത് ഇറങ്ങണം എന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് താൻ ഇറങ്ങി. അതിന് പിന്നാലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരാളും വന്ന ശേഷമാണ് ഇതാണ് ഫെന്നി നൈനാൻ എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ഫെന്നി നൈനാനോട് താൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട ശേഷം താനുമായി 10 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോം സ്റ്റേയിലേക്ക് പോകുന്നു. ഹോം സ്റ്റേയിലേക്ക് പോകാനുള്ള കാരണമായി രാഹുൽ മാങ്കൂട്ടം പറയുന്നത്, താൻ ജനങ്ങൾ അറിയുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ സ്വകാര്യത ഉണ്ടായിരിക്കണം. അത് തൻ്റെ സുഹൃത്തിൻ്റെ ഹോം സ്റ്റേ ആണ്. അവിടേക്ക് എത്തിക്കുന്നു. അവിടെ മുറിക്കുള്ളിലേക്ക് വന്നതിന് പിന്നാലെ കതകടയ്ക്കുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെ വലിച്ച് ബെഡിലേക്ക് ഇടുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അതിൽ തനിക്ക് പാനിക് അറ്റാക്ക് സംഭവിക്കുകയുണ്ടായി, തനിക്ക് മുറിവേൽക്കുകയുണ്ടായി. ഒരു വാക്ക് അദ്ദേഹം സ്ഥിരമായി ഇതിനിടെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ആ വാക്കും താൽക്കാലികമായി പറയുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങളുണ്ടായി. ഒരു കുടുംബം, കുട്ടി എന്നിവയ്ക്ക് വേണ്ട ശ്രദ്ധ നൽകാൻ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. അതിനാൽ ഒരു നല്ല ഭർത്താവായിരിക്കാൻ, നിൻ്റെ നല്ല ഭർത്താവായിരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒഴിഞ്ഞു മാറുന്നതായി ഈ സമയത്ത് തനിക്ക് തോന്നി. പിന്നീട് താൻ വല്ലാത്ത ഒരു ട്രോമയിൽ അനുഭവപ്പെട്ടു. അതിനുശേഷം പിന്നീട് തന്നെ വീണ്ടും വിളിക്കുകയും നിന്നെ ഗർഭിണിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഈ പരാതിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അതിൽ പല ഭാഗങ്ങളും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പരാതി, ഇത്തരം ഒരു പരാതിക്ക് ഒരു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, ഇത് ഹൈക്കോടതി വരെ പോകേണ്ട ഒരു കേസിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഇത്തരത്തിൽ ഈ കോടതി തന്നെയാണല്ലോ നേരത്തെ ജാമ്യം നിഷേധിച്ചത്. ആ കോടതി ഈ കേസിൽ ജാമ്യം നൽകിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ പരാതിയുടെ ബേസ് സംബന്ധിച്ചുള്ള കോടതിയുടെ ചിന്ത? പ്രഥമദർശിയ തെളിവില്ല, ആയിരിക്കാം, അല്ലായിരിക്കാം. കോടതി എന്ത് ചിന്തിച്ചു എന്നതാണ് ആദ്യം ആലോചിക്കേണ്ടത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത്രയധികം ഗുരുതരമായിട്ടുള്ള ഒരു പരാതി, ആ പരാതിയിൽ ഇങ്ങനെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തന്നെ ജാമ്യം കൊടുത്തു വിടുന്നു. അതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് ജോണേട്ടൻ പറഞ്ഞതുപോലെ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഉള്ള തെളിവിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിരിക്കാം. ഉപാധികളോടെയാണ് ജാമ്യം. ഉപാധികൾ അതെല്ലായ്പ്പോഴും കണ്ടീഷൻ ബെയിലേ കൊടുക്കും. എല്ലായ്പ്പോഴും എന്ത് മുൻകൂർ ജാമ്യം കൊടുത്താലും അതിന് കൃത്യമായി അതിൽ ഒരു വേടെങ്കിലും എഴുതി വെക്കും, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നെങ്കിലും എഴുതി വെക്കും. ഇല്ലാതെ വെറുതെ ഒന്നും എന്നാൽ നീ പോയി അർമാദിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് എഴുതി വെക്കില്ലല്ലോ. ചില കേസിൽ പാസ്പോർട്ട് മേടിച്ചു വെക്കും, എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി ഉപാധികൾ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപാധി വെക്കാതെ കോടതി ജാമ്യം, മുൻകൂർ ജാമ്യം, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അങ്ങനെയൊന്നും കോടതി വിടില്ല. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിൽ ഉപാധി എന്ന് പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ, അതായത് SITയുടെ മുമ്പാകെ ഹാജരാവണം. ഇതിൽ SITയുടെ കയ്യിലല്ല. ഇതിപ്പോൾ G. പൂങ്കുഴലി IPS ഈ കേസ് അന്വേഷണം ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും G. പൂങ്കുഴലിയുടെ മുൻപാകെ അദ്ദേഹം എല്ലാ തിങ്കളാഴ്ചയും ഒപ്പുവയ്ക്കാൻ ഹാജരാകണം.
അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ജാമ്യം നൽകി വിടണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. കോടതി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്തോ, അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, പക്ഷേ ജാമ്യം കൊടുക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതും ഒപ്പം സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥിരം മുൻകൂർ ജാമ്യത്തിൽ പറയുന്ന, സ്വാഭാവികമായും കോടതി നിഷ്കർഷിക്കുന്ന ഒരു വേർഡ് കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തന്നെ ഈ കേസിൽ ജാമ്യം നൽകിയതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും എന്താ പറയുക, വളരെ ശ്രദ്ധിക്കേണ്ട. ഇതിൽ ഞാൻ ഈ പറയുന്നത് തട്ടിപ്പാണ്, അല്ലെങ്കിൽ പരാതി തട്ടിപ്പാണെന്നല്ല പറയുന്നത്. ഒരു കോടതി തന്നെ, ആദ്യത്തെ കോടതി തന്നെ ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. തള്ളിക്കളയല്ല, ജാമ്യം കൊടുത്തിരിക്കുന്നു, ആ രീതിയിൽ ഇട്ടിരിക്കുന്നു. ആദ്യത്തെ കേസിൽ ഈ വരുന്ന 15-ാം തീയതിയാണ് ഹൈക്കോടതി വിധി ജാമ്യത്തിൽ, മുൻകൂർ ജാമ്യത്തിൽ വിധി പറയുന്നത്. പ്രതിഭാഗം ഉന്നയിക്കുന്ന കാര്യത്തിൽ ഗുരുതര സ്വഭാവമുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ജസ്റ്റിസ് ബാബു അന്ന് ഈ കേസിൽ വിശദമായ വാദം ആവശ്യമാണെന്നും, അന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞത് വിശദമായ വാദം ഇന്ന് നടത്താമെന്നാണ്. അപ്പോൾ വിശദമായ വാദം ഇന്ന് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസിനെ 15-ാം തീയതിയിലേക്ക് അന്നത്തെ കേസിനെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ 15-ാം തീയതി ആ കേസിലെ വിശദമായ വാദം ഹൈക്കോടതിയിൽ നടക്കും. ഇപ്പോൾ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് ഈ കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് എസ് നസീറയായിരുന്നു. എസ് നസീറയാണ് ഈ കേസ് പരിഗണിച്ചത്. നേരത്തെയും പരിഗണിച്ചത് അവർ തന്നെയായിരുന്നു. അവർ അന്ന് അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന രീതിയിലാണ് അന്ന് കോടതി പ്രതികരിച്ചത്. ഞാൻ നേരത്തെയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോടതി പലതും പറയും, വാക്കാലുള്ള പരാമർശമൊന്നും വാർത്തയല്ല. അത് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പല കേസുകളിലും കോടതി പറഞ്ഞിരിക്കുന്നത്, കേസ് പരിഗണിക്കുമ്പോൾ കോടതി പല പരാമർശങ്ങളും നടത്തും. ആ പരാമർശങ്ങൾ വിധിയോ അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവോ അല്ല. അത് ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട് വാർത്ത നൽകുന്നത് ഗുരുതരമായിട്ടുള്ള കോടതി അലക്ഷ്യമാണ് എന്നാണ് കോടതി പറഞ്ഞത്. അത് പലപ്പോഴും പല മാധ്യമ പ്രവർത്തകർക്കും പല മാധ്യമ സ്ഥാപനങ്ങൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി വരെ താക്കീത് കൊടുത്ത സംഭവങ്ങൾ ഇവിടെ പലതും ഉണ്ടായിട്ടുണ്ട്. പല മാധ്യമ ജഡ്ജിമാരെയും കോടതി വരട്ടിയിട്ടുണ്ട്. കോടതികൾ വലിയ ജഡ്ജിമാരാണ് മാധ്യമ പല കേസിലും ഒരു ദുഃഖഭരിതരായി മാറിയിരിക്കുന്നത്. അതെ, ചില ജഡ്ജിമാർക്ക് ഒന്നും ഇത് പറയുന്ന പോലെ കോടതിയൊന്നും നിങ്ങളല്ല കോടതി, എന്ത് കോടതി പോയി പണി നോക്കാൻ പറയുന്ന രീതിയിലാണ് ഞങ്ങൾ പറയുന്ന പോലെ വിധിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. അതെ, ആ രീതിയിൽ വിധിച്ചോളാം, ഞാൻ പറയും ഇവിടെ ഇരുന്നിട്ട് ആരെങ്കിലും എഴുതിയാൽ മതി എന്നുള്ള രീതിയിലാണ്. ആ രീതിയിലൊന്നും നടക്കില്ല. കോടതി അലക്ഷ്യം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റമായിട്ടാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത്, ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടൊരു മാധ്യമപ്രവർത്തനമൊന്നും ശരിയായ ഒരു രീതിയല്ല. നമുക്കൊരു കുറ്റമുണ്ട്, അത് ഒരു ഈ ട്രാപ്പ് കൂടിയാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. ചിലന്തിയുടെ സ്വഭാവമുണ്ട് ചില സമയത്ത് ഇന്ത്യൻ നിയമത്തിന്. ചിലന്തിയുടെ സ്വഭാവം, വല വിരിച്ച് ഒരാളെ കുടുക്കാൻ ആ നിയമം കൊണ്ട് പറ്റും, അതില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലന്തിയുടെ സ്വഭാവം ഇന്ത്യൻ നിയമത്തിനുണ്ട്. അതെ, ചിലരെ കുരുക്കാൻ ചിലന്തിയുടെ വല നെയ്യുന്ന പോലെ നെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലൂപ്പോളുകൾ പോലെ തന്നെ ഒരാളെ കുരുക്കാനുള്ള വകുപ്പുകളും ബുദ്ധിപൂർവ്വം ഒരാളെ കുരുക്കാനുള്ള വകുപ്പുകളും ഈ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അടങ്ങിയിരിപ്പുണ്ട്. ഇത് രണ്ടുമുണ്ട്. ഇത് ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത് സ്ട്രോങ് അല്ല, അതല്ല, ഇതല്ല എന്നൊക്കെ പറഞ്ഞാലും പലരും പറയും എന്താ നിയമത്തിൻ്റെ പഴുത് ഉപയോഗിച്ച് അവയിപ്പോൾ രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെട്ടു പോകുന്നതിനെ പോലെ തന്നെ ഒരുത്തൻ രക്ഷപ്പെട്ടു പോകുമ്പോൾ 100 പേരെ കൊടുക്കാനുള്ള സാധനങ്ങൾ വകുപ്പ് അതായത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു നിരപരാധിയെ അപരാധിയാക്കി മാറ്റാനുള്ള വകുപ്പുകളും ഈ സാധനത്തിനകത്ത് ഇഷ്ടം പോലെ നിലവിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ബുദ്ധിയുള്ള ഒരുപാട് പേർ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ഞാനെടുത്ത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ അദ്ദേഹം തിങ്കളാഴ്ച എല്ലാ ദിവസവും ഒപ്പിടേണ്ടി വരും, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെ ഹാജരാവണം. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇത് കേട്ടിട്ട് രാഹുൽ മാങ്കൂട്ടം കേരളത്തിലേക്ക് വരാൻ നിൽക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച എന്തായാലും അദ്ദേഹം വന്നേ പറ്റൂ. ഈ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഉത്തരവിട്ടിട്ടുണ്ട്, ഓർഡർ ഇപ്പോൾ ഇറങ്ങുമായിരിക്കും. ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച സൈൻ ചെയ്യാൻ വരേണ്ടി വരും. അപ്പോൾ 15-ാം തീയതിയിലെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ ഈ കേസിലെ ജാമ്യവും ബുദ്ധിമുട്ടാവും. ഈ കേസിലെ ജാമ്യത്തെയും എതിർക്കാൻ ഒരു കേസിൽ ജാമ്യമുണ്ട്, രണ്ടാമത്തെ കേസിൽ ജാമ്യമില്ലെങ്കിൽ കിടന്നേ പറ്റൂ, അകത്ത് പോയേ പറ്റൂ. അതാണ് സരിതയ്ക്ക് സംഭവിച്ചത്. സരിതയ്ക്ക് ഓരോ കേസിൽ ജാമ്യം കിട്ടും, അടുത്ത കേസിൽ ജാമ്യം കിട്ടില്ല. അതാണ് സരിത കുറേ കാലം. രാഹുൽ സുപ്രീം കോടതിയിൽ പോയാലോ? സുപ്രീം കോടതിയിൽ സിദ്ദിഖ് പോയതുപോലെ
അത് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് രാഹുൽ സ്വാഭാവികമായിട്ടും അങ്ങനെ പോകാനാണ് സാധ്യത. പോകും. രാഹുൽ മാങ്കൂട്ടം പിടികൊടുക്കാൻ അദ്ദേഹം പിടിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോലീസിന്റെ കുറ്റമല്ല. കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ ഇതൊന്നും ഒരു വലിയ സംഭവമല്ല. ഇതിലും വലിയ സംഭവമായിട്ട് അവിടെ ജയിലിലല്ല, അവിടെ ഇതൊരു കാര്യമല്ല. അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു ലൈംഗിക ആരോപണം വരിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം വരുന്നൊന്നും അവിടെ ഒരു കാര്യമല്ല. അവരിതൊക്കെ കണ്ട് മടുത്ത് കിടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചീള് കേസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. പറഞ്ഞു മനസ്സിലായോ? അവിടുത്തെ മലയാളികളെ കുറിച്ചല്ല പറയുന്നത്. നമുക്ക് ഒരുപാട് കർണാടകയിൽ നിന്നുള്ള മലയാളി പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അവിടുത്തെ ജനങ്ങളിൽ ഒരുപാട് പേര് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ കൊള്ളരുതായ്മകൾ കണ്ടിട്ടുള്ളവരാണ്. അത് കണ്ട് വളർന്നവരാണ് അവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു കാര്യമേ അല്ല. അവർ ചോദിക്കും ഇതൊക്കെ ഒരു റീസണാ എന്ന് ചോദിക്കുന്ന രീതിയാണ് അവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ഒരു നേതാവിനെതിരെ പോക്സോ കേസ് ഉണ്ടായിരുന്നു. അതെ, ഉന്നത നേതാവിനെതിരെ പോക്സോ കേസ്. ആ രീതിയിലുള്ള ഒരു സംസ്ഥാനത്ത് പോയി ഒളിച്ചിരിക്കാൻ സഹായിക്കാൻ അവിടെ ആളുമുണ്ട്. അവിടുത്തെ ഈ പറയുന്ന പോലെ വലിയ വലിയ മാഫിയ സംഘങ്ങൾക്ക് അവർക്ക് സഹായിക്കാൻ പറ്റും. അവിടെ മാഫിയ ബന്ധമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവും ഇല്ല. അത്തരത്തിൽ മാഫിയ ബന്ധങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയത്തിൽ, കർണാടകയിലെ രാഷ്ട്രീയത്തിൽ ആ നടന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചെടി അത് മുളയിലെ വാടിപ്പോവും. ആ മാഫിയ ബന്ധം കൊണ്ട് മാത്രമേ ഒരു നേതാവിന് വളർന്ന് പന്തലിക്കാൻ സാധിക്കുകയുള്ളൂ. സുതാര്യമായിട്ടുള്ള രാഷ്ട്രീയം അവിടെ നടക്കില്ല എന്ന് ഞാൻ പറയും. സുതാര്യമായിട്ട് നമ്മൾ ഒരു കതറുമിട്ട് ഒരു ഗാന്ധിയുടെ തത്വങ്ങളുമായിട്ടൊന്നും കർണാടകയിൽ അവിടെ അങ്ങനെ പറ്റില്ല. അതൊന്നും നടക്കില്ല. കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നതെങ്കിലും ഗാന്ധിയൻ ആശയത്തോടു കൂടിയുള്ള രാഷ്ട്രീയ രീതിയൊന്നും അവിടെ നടക്കില്ല. അങ്ങനെ ഗാന്ധിയൻ ആശയത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ എപ്പോഴേ മടക്കി കെട്ടേണ്ടി വരും. വായും തലയാണ എടുത്ത് വീട്ടിൽ പോകേണ്ട അവസ്ഥ ഒരു രാഷ്ട്രീയ നേതാവിന് വരും. അങ്ങനെ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ പോലീസിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം അവിടെ തന്നെ ഇപ്പം നമ്മുടെ പോലീസ് അവിടെ കയറുമ്പോൾ അവിടുത്തെ വിവരം പോവും. അവിടുത്തെ സംവിധാനത്തിൽ നിന്ന് തന്നെ നമ്മുടെ പോലീസ് കയറിയ അവരുടെ അവരുടെ ഇതിലേക്കല്ലേ, നെറ്റ്വർക്കിലേക്കല്ലേ ഇവർ കയറുന്നത്. ഇവർ കയറുന്നത് എങ്ങോട്ടാണ്? അവരുടെ നെറ്റ്വർക്കിലാണ് കയറുന്നത്. അവരുടെ അധികാര പരിധിയാണ്. ഇവിടെ ഈ കടുവ അധികാരം വെക്കുന്ന കണ്ടിട്ടില്ലേ? കടുവ ഒരു ടെറിട്ടറി തീരുമാനിക്കും, അതിൻ്റെ ടെറിട്ടറി തീരുമാനിക്കും. അതിൻ്റെ ടെറിട്ടറിയിൽ മറ്റൊരെണ്ണം കയറുകയാണെങ്കിൽ അവനത് അറിയും, അനുവദിക്കത്തുമില്ല. അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കടുവയുടെ സ്വഭാവം അതാണ്. ആ ടെറിട്ടറിയിൽ കയറി കഴിഞ്ഞാൽ അത് പ്രതികരിക്കും. അതുപോലെ അവരുടെ ടെറിട്ടറിയിലോട്ടാണ് നമ്മുടെ പോലീസ് ചെന്ന് കയറുന്നത് ഇദ്ദേഹത്തെ പിടിക്കാൻ. എങ്ങനെ കിട്ടാനാ? നടക്കില്ല, കിട്ടില്ല. അത് പോലീസിൻ്റെ കുറ്റമല്ല. പിടിക്കാൻ പോകുന്നത് ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെയാണ്. വലിയ രാഷ്ട്രീയ നേതാവെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വലിയ രാഷ്ട്രീയ നേതാവായി കേരളത്തിൽ വളരാൻ സാധ്യതയുള്ള ഒരാൾ. അത്തരത്തിലൊരാൾക്ക് ഒരുപാട് ബന്ധങ്ങൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പിന്നെ അദ്ദേഹം ഒരു അതിർത്തി പ്രദേശത്ത് കിടക്കുന്ന ഒരു MLA ആണ്. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു MLA ആണ്. അതിർത്തി ജില്ലകളിൽ ഒന്നിലെ MLA ആണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ബന്ധങ്ങൾ അവർക്ക് ഇങ്ങോട്ടും വരേണ്ട ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവരുമായിട്ടൊക്കെയാണല്ലോ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരും സഹായിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചൊരു കാര്യം, ഇവിടെ ഈ പരാതി കിട്ടിയതിൻ്റെ തൊട്ടു പിന്നാലെ KPC പ്രസിഡന്റ് DGPക്ക് കൈമാറുന്നു. DGP അത് ആഭ്യന്തര വകുപ്പിലേക്ക് ഈ വിഷയം കൈമാറുന്നു. അവിടെ നിന്നും G പൂങ്കുഴലിയെ ഏൽപ്പിക്കുന്നു. തൊട്ടു പിന്നാലെ ഇതിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നു. ഈ കുട്ടിയുടെ ഈ പരാതി വന്നപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഈ മെയിൽ പേരില്ലായിരുന്നു. പരാതിയിൽ പേരില്ല, മെയിൽ അഡ്രസ് ഉണ്ട്. മെയിൽ അഡ്രസ് വെച്ചാണ് പോലീസ് ഇത് കണ്ടുപിടിച്ചത്, ആരാണ് എന്നുള്ളത് കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് ഈ പറയുന്ന പോലെ ഈ യുവതിയാണെന്ന് കണ്ടെത്തുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. അവർ പറയുന്നത് വീണ്ടും വിവാഹക്കാര്യം പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുമോ, വിവാഹക്കാര്യം പറഞ്ഞ് പിന്നെയും തൻ്റെ വീടിൻ്റെ പടിക്കൽ വരെ ഇദ്ദേഹം എത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തുമോ എന്ന ഭയത്താലാണ് ഞാനിത് ഇത്രയധികം ദിവസം പരാതി പറയാതിരുന്നതെന്നാണ് ഇദ്ദേഹം ഈ പറയുന്ന യുവതി പരാതിയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലിട്ട FIR-ഉം അത് വെച്ച് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുമാണ് കോടതിയിൽ മുമ്പാകെ ഉള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. പ്രതിഭാഗം പറഞ്ഞു അടച്ചിട്ട മുറിയിൽ മതി വാദമെന്ന്. വളരെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ഇരയാണ് പറയാറുള്ളത്, എനിക്കിട്ട് അടച്ചിട്ട മുറിയിലെ ഈ കേസിൻ്റെ വാദം നടത്താവൂ, അല്ലെ ജാമ്യാപേക്ഷയിലെ വാദം അടച്ചിട്ട മുറിയിൽ നടത്തണമെന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ്. ചില സമയത്ത് ഇരയുടെ ആവശ്യം അനുസരിച്ച് അടച്ചിട്ട മുറിയാണ് തീരുമാനിക്കുന്നത്. ഇത് പ്രതിഭാഗം പറഞ്ഞു ഞങ്ങൾക്ക് അടച്ചിട്ട മുറി മതി എന്ന് പറഞ്ഞു.
അത് ശരി. അടച്ചിട്ട മുറിയിലാണ് ഈ കേസിലെ വാദം, ഈ മുൻകൂർ ജാമ്യത്തിലെ വാദം നടന്നത്. അത്തരത്തിൽ നടന്ന വാദത്തിലാണ് ഇന്ന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോകും. ഞാൻ ജോണേട്ടനോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമാണ്. രാഹുലിൻ്റെ ഭാവിയിൽ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരുമെന്ന്. കേസിൽ നിന്നൊക്കെ മുക്തനായാൽ അദ്ദേഹം സ്വാഭാവികമായും തിരിച്ചു വരും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ 6 വർഷമാണ്. അത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞ് തിരിച്ചെടുക്കും. 6 വർഷം എന്ന് പറയുന്നത് വലിയ പീരീഡാണ്, ടൈമാണ്. ഒരു ഇലക്ഷൻ്റെ കാലം, ഒരു 5 വർഷം. 5 വർഷം ഒരു തെരഞ്ഞെടുപ്പ് മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും. അത്രേ ഉള്ളൂ. എങ്കിലും ഈ പറയുന്ന പോലെ ഒരു വളർച്ച അദ്ദേഹത്തിനുണ്ടാവും. ഇപ്പോൾ വലിയൊരു അല്ല, നമ്മൾ ഈ അദ്ദേഹത്തെ നമ്മൾ വിചാരിച്ച ഒരു വളർച്ചയുണ്ടല്ലോ, അതൊരു പക്ഷേ ഉണ്ടാകണമെന്നില്ല. കാരണം അതിനിടയ്ക്ക് പലരും കയറി വന്നേക്കാം. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, ഒരാൾ ഒഴിഞ്ഞാൽ അടുത്ത ആൾ കയറും. പക്ഷെ വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിന്. അതെ. യുവാവ്, വലിയ പ്രതീക്ഷയുള്ളൊരു യുവാവ്, വലിയ പ്രതീക്ഷ. പലരുടെയും എന്താ പറയുക, പലർക്കും അസൂയ ജനിപ്പിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു. ജനിപ്പിക്കുന്നതൊന്നുമില്ല, പല നേതാക്കന്മാർക്കും ആളോട് അസൂയ ഉണ്ടായിരുന്നു. അതുകൂടി ഈ കേസിനകത്ത് അവരുകൂടി കയറി, എന്നാ പിന്നെ പന്ത് കോർട്ട് ഒഴിഞ്ഞ് കിടക്കുന്നത്, എന്നാ പിന്നെ ഞങ്ങളോട് ഒരു ഗോൾ അടിച്ചേക്കാം, ഗോളി അവിടെ ഇല്ല, എന്നാ പിന്നെ ഗോൾ അടിച്ചേക്കാന്ന് വിചാരിച്ച കുറേ നേതാക്കന്മാരും സ്ഥലത്തുണ്ട്. ശരി.